നമസ്കാരം. പൊന്നിൻ കണിക്കൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വരവായി. നന്മയും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് മുന്നിൽ കൃതജ്ഞതയോടുകൂടി അവതരിപ്പിക്കുന്നു. അധ കലിദിനാധാരഭ്യ 18,68,663 നാൾ ചെന്ന കലിയുഗ ദിവസേ തസ്മിൻ കാലേ വൃശ്ചികശനി കർക്കടകവ്യാഴം തത്ര കൊല്ലം 1190 ആണ്ട് മീനമാസം 31 തീയതി കുജവാരെ ഉദയാൽപരം 18 നാഴിക 37 വിനാഴികയ്ക്ക് 2015 ഏപ്രിൽ മാസം 14 തീയതി ചൊവ്വാഴ്ച പകൽ 1 മണി 47 മിനിറ്റിന് അവിട്ടം നക്ഷത്രം ദ്വിതീയ പാദവും കൃഷ്ണപക്ഷം ദശമി തിഥിയിൽ വിഷ്ടികരണവും ശുഭ നാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ സമയത്ത് മകരക്കൂറ്റിൽ കർക്കടക രാശ്യുതിയ സമയേ ആകാശ ഭൂതോദയം കൊണ്ട് മേഷവിഷു സംക്രമം. മേഷസംക്രമം ചൊവ്വാഴ്ചയാകയാൽ കലഹമാണ് ഫലം. പകലായതുകൊണ്ട് തന്നെ അർഘനാശവും കലഹവും ഫലമാണ്. അവിട്ടം നക്ഷത്രത്തിലായതുകൊണ്ട് ആദ്യം വർഷഗുണവും ആവശ്യമുള്ളതായിരിക്കുന്ന കാലങ്ങളിൽ വർഷക്കുറവും ഉണ്ടാകും. ദശമി തിഥിയിലാകയാൽ നാനാ ദുഃഖങ്ങളും ആപത്തുകളും അതിവർഷവും ഉണ്ടാകും. കാരണം വിഷ്ടിയായതുകൊണ്ട് പശുക്കൾക്ക് രോഗങ്ങളുണ്ടാകും. ശുഭനാമ നിത്യയോഗമാകയാൽ ശുഭപുഷ്ടിയും വാതരോഗ പീഡകളും ഉണ്ടാകും. മേഷ സംക്രമ സമയത്തിൽ ശനി വൃശ്ചികത്തിലായതുകൊണ്ട് അല്പം ദോഷപ്രദമാണ്. പ്രജകൾക്ക് രോഗഭയവും പശുക്കൾക്ക് നാശവും ചില സ്ഥലങ്ങളിൽ സുഭിക്ഷവും രാജാക്കന്മാർക്ക് അരിഷ്ടതകളും ധാന്യനാശവും ഫലമാണ്. വ്യാഴം കർക്കിടകത്തിലായതുകൊണ്ട് കർക്കിടകത്തിൽ ഉച്ചസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണകരം തന്നെയാണ്. സസ്യസമൃദ്ധി, ഉചിതവർഷം, ക്ഷീരസമൃദ്ധി എന്നിവ ഫലമാണ്. മകരക്കൂറായതുകൊണ്ട് സ്വൽപ്പവർഷവും ദുർജന വർധനവും ഉണ്ടാകും. കർക്കടക രാശ്യുദയ സമയമാകയാൽ ബഹുവർഷവും സസ്യസമൃദ്ധിയും ഫലമാക്കുന്നു. വർഷം 2 പറയാണ്. വർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കി ഭൂമിയിൽ വർഷിക്കുന്ന ജലം 4 ഇടങ്ങളിലാക്കുന്നു. ഈ വർഷത്തെ വിഷുഫലം വരുന്നത് അവിട്ടം നക്ഷത്രക്കാർക്കാണ്. ഭഗവത് ഭജനം കർത്തവ്യം. തിരുവോണം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ ആദിശൂലത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ പലതരത്തിലുള്ളതായിരിക്കുന്ന ക്ലേശങ്ങളും രോഗാദി വിഷമതകളും ധനദ്രവ്യാദികൾക്ക് നാശവും ഫലമാക്കുന്നു. പലതരത്തിലുള്ളതായിരിക്കുന്ന വഞ്ചനകൾക്ക് അടിമപ്പെടുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ വിശ്വസ്ത സുഹൃത്തുക്കളിൽ പോലും അല്പം ജാഗ്രത വയ്ക്കുന്നത് നല്ലതാണ്. ദൂരയാത്രയും ഉദര രോഗങ്ങളും ബുദ്ധിമുട്ടിപ്പിച്ചേക്കും. തൊഴിൽ ഗുണദോഷ മിശ്ര രീതിയിൽ മുന്നോട്ടു പോകുമെങ്കിലും അടിക്കടി കാര്യപരാജയവും വിഷമതകളും അനുഭവമാക്കും. ഉദ്യോഗാർത്ഥികൾക്കും അത്ര കണ്ട് അനുകൂലമല്ല. പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നതായ വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ദുരാരോപണങ്ങളെല്ലാം തന്നെ കേൾക്കുവാൻ ഇട കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. ബന്ധുജനാദികൾ നിമിത്തം വിഷമതകളും ഉണ്ടായേക്കും. അസമയങ്ങളിലുള്ള യാത്രകളും മറ്റും പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക. സഹസ്രനാമ പാരായണം നടത്തുന്നതും ഏകാദശി മുതലായുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ആദിശൽക്കത്തിൽപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ഈ വർഷം പൊതുവെ അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. സൗഖ്യവും സമാധാനവും ആരോഗ്യവും സർവാർത്ഥ ലാഭവും ഫലമാണ്. വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടപ്പിലാക്കുവാൻ പറ്റിയ സമയമാണിത്. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയും ബഹുമതികൾക്കും യോഗം കാണുന്നു. കർമ്മരംഗത്ത് തന്നെ വിപ്ലവകരമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വിവാഹാദി മംഗള കാര്യങ്ങൾക്കും യോഗം കാണുന്നു. കുറേ കാലമായി തടസ്സത്തിലോ മറ്റോ കിടന്നിരുന്നതായ വസ്തുവകകളെല്ലാം തന്നെ ലഭിക്കാനും ഇടയുണ്ട്. ശ്വാസകോശ സംബന്ധമായുള്ള അസുഖങ്ങൾ ബാധിച്ചേക്കാം. സന്താനാദി സൗഖ്യങ്ങളും ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും പ്രതീക്ഷ നിറഞ്ഞ കാലമാണ്. പല ഘട്ടങ്ങളിലും ഭാഗ്യം തുണയാകും. ഭാവിയിലേക്ക് ഗുണമേകുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും ഈ വർഷം സാധിക്കുന്നതാണ്.
കലാരംഗത്തുള്ളവർക്കും പ്രാസംഗികർക്കും ഏറെ ശോഭിക്കുവാൻ കഴിയുന്നൊരു വർഷമാണിത്. ഗുണാഭിവൃദ്ധിക്കായി ശാസ്താവിനെ ഭജിക്കുന്നതും ശനിവാര വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും. രോഹിണി, മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ മധ്യശൂലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ആത്മതുല്യ ജനങ്ങൾക്ക് ദോഷവും മാനഹാനിയും സഞ്ചാരക്ലേശവും ഫലമാണ്. കുടുംബകലഹം, വാഹനാപകടം, ദേഹാരിഷ്ടത, ധനനാശം, കർമ്മസ്ഥാനത്ത് വിഷമത, ദാമ്പത്യക്ലേശം, രോഗപീഡ എന്നിവയും അനുഭവമാക്കും. കർമ്മപരമായുള്ള തീരുമാനങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടതായുണ്ട്. വിശ്വാസവഞ്ചനയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക എന്നിവ ചെയ്യരുത്. ഉയർന്ന വ്യക്തികളിൽ നിന്നും പ്രതികാര നടപടികളും ഉണ്ടായേക്കും. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുവാൻ ആലോചന ഈ വർഷം ഉണ്ടായേക്കും. വാക്കുകളാൽ കലഹസാധ്യത കാണുന്നു. വിദ്യാഭ്യാസത്തിൽ അലസതയും ഫലം തന്നെയാണ്. അനിയന്ത്രിതമായിരിക്കുന്ന ചിലവുകൾ നിമിത്തം സാമ്പത്തിക സ്ഥിതി പരിങ്ങലിലായേക്കാം. പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി കാണുന്നതിനാൽ തന്നെ ഈശ്വരഭക്തി കൈവിടാതെ മുന്നോട്ടു പോകുവാൻ ശ്രമിക്കണം. വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് പൊതുവെ ഗുണകരമാണ്. പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ മധ്യശൽക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ വിശേഷ സ്ഥാനമാന ലബ്ധി, പ്രതാപം, സൽകീർത്തി, സമ്പൽ സമൃദ്ധി, ദാമ്പത്യ സൗഖ്യം, ഗൃഹവാഹന ലാഭം തുടങ്ങിയ സൽഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബപരമായി ദോഷങ്ങൾക്ക് സാധ്യതയില്ലെങ്കിൽ തന്നെയും ചെറിയ രീതിയിൽ കലഹസാധ്യത പൊതുവെ കാണുന്നുണ്ട്. തീരുമാനങ്ങളിലെല്ലാം തന്നെ പാളിച്ച പറ്റാതെ നോക്കണം. തൊഴിൽ മേഖലയിലെ എതിർപ്പുകളെല്ലാം തന്നെ അവഗണിച്ച് മുന്നേറുവാൻ കഴിയുന്നതാണ്. മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനും പുണ്യസ്ഥലക്ഷേത്ര ദർശനത്തിനും യോഗം കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ, അംഗീകാരങ്ങൾ എന്നിവ ലഭിച്ചേക്കാം. അകന്ന് കഴിയുന്ന ബന്ധുക്കളുമായി പുനഃസമാഗമത്തിനും ഇട കാണുന്നു. അസൂയാലുക്കളുടെ പ്രവൃത്തികൾ മാനസിക വിഷമത്തിന് ഇടയാക്കിയേക്കാം. ദോഷപരിഹാരാർത്ഥമായി ഭഗവാൻ ശിവനെ ഭജിക്കുന്നത് ഗുണം ചെയ്യും. അത്തം, ചിത്ര, ചോതി എന്നീ നക്ഷത്രങ്ങൾ അന്ത്യശൂലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ ആയുധഭയം, പശുപക്ഷി സർപ്പാദികളിൽ നിന്ന് ഉപദ്രവം, വിഷഭയം, ത്വക്ക് രോഗം, ആലസ്യം, ശത്രുഭയം, തൊഴിൽ ഭയം, മനോവിഷമത, പകർച്ചവ്യാധി തുടങ്ങിയ ദോഷഫലങ്ങൾ അനുഭവമാകും. ദമ്പതികൾ തമ്മിൽ വിയോജിപ്പ് ഉണ്ടാകുവാനും ഇട കാണുന്നു. പണം മുടക്കിയുള്ള ബിസിനസ്സുകളിൽ അതീവ ശ്രദ്ധ വേണ്ടതായുണ്ട്. ആപദ്ഘട്ടങ്ങൾ പലതും കാണുന്നുണ്ടെങ്കിലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ അവസരോചിതമായിരിക്കുന്ന ഇടപെടലുകൾ നിമിത്തം ആപത്തുകളെല്ലാം തന്നെ ഒഴിവായേക്കും. കുടുംബത്തിൽ അന്തഛിദ്രത, ധനനഷ്ടം എന്നിവയ്ക്ക് ഇട കാണുന്നതിനാൽ തന്നെ വാക്കുകളും പ്രവൃത്തികളും നല്ല രീതിയിൽ ചലിപ്പിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. ലഹരി പദാർത്ഥങ്ങളും മറ്റ് ദുശ്ശീലങ്ങളും ബോധപൂർവം ഒഴിവാക്കുവാൻ ശ്രമിക്കണം. സർക്കാർ ജീവനക്കാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അത്ര കണ്ട് വർഷം ഗുണകരമല്ല. ദോഷപരിഹാരാർത്ഥമായി ലളിതാ സഹസ്രനാമ ജപം ശീലമാക്കുന്നത് ഗുണം ചെയ്യും. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ അന്ത്യശൽക്കത്തിൽപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി, കുടുംബജനാനുകൂലത, കർമ്മവ്യാപാര വ്യവസായാദി ഗുണാനുഭവം, സൽകീർത്തി, വാഹനലാഭം തുടങ്ങിയവ ഫലമാണ്. തൊഴിൽ രംഗത്തെ മേലാധികാരികളുടെ പ്രശംസ, സഹപ്രവർത്തകരുടെ അംഗീകാരം എന്നിവ ലഭിച്ചേക്കും. വിദ്യാർത്ഥികൾക്കും സാഹിത്യ രംഗത്തുള്ളവർക്കും ഗുണകരമാണ്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ്. അപരിചിതരായ വ്യക്തികളിൽ നിന്നും അപായ സാധ്യതയ്ക്ക് ഇടയുള്ളതിനാൽ തന്നെ യാത്രകളിലും മറ്റും കൂടുതൽ ശ്രദ്ധ വേണ്ടതായുണ്ട്. കാര്യങ്ങളെ വിവേകപൂർവം നോക്കിക്കാണുക നിമിത്തം പല രംഗത്തും കഴിവിലധികം തന്നെ നേട്ടങ്ങളുണ്ടാക്കുവാൻ സാധിക്കും. സാമ്പത്തിക ഉണർവും പ്രകടമാകും. സ്വത്തുക്കൾ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യാവസ്ഥ പൊതുവെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. നന്ദി, നമസ്കാരം.